എന്തായാലും നിലമ്പൂരിൽ ഇലക്ഷൻ ചൂട് ഇങ്ങനെ കൊട്ടിക്കയറി എത്തുകയാണ്. മഴ വലിയ തോതിൽ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും ഇലക്ഷൻ ചൂടിനെ ശമിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. മലയാളിയുടെ ഒരു രാഷ്ട്രീയ ബോധം അതങ്ങനെയാണ്. അത് പ്രത്യേകിച്ചും നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. അപ്പോൾ ഇന്നു മുതൽ നിലമ്പൂരിൽ നമ്മൾ സജീവമായി തുടങ്ങുകയാണ്. നാളെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫുൾ ക്രൂ നിലമ്പൂരിലേക്ക് എത്തും. ഇനിയുള്ള ദിവസങ്ങളിൽ പടക്കളവും പ്രത്യേക പരിപാടികളും ഒക്കെയായി നിലമ്പൂർ ഇങ്ങനെ നിറയുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ മഴയുടെ സാഹചര്യവും നമുക്കറിയാം. ഏതായാലും സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇപ്പോൾ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ചൂട് എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് സ്വാലിഹിലേക്ക് നമുക്ക് പോകാം. സ്വാലി, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ രാഷ്ട്രീയ ചൂട് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുടചൂടി നിൽക്കുന്ന സ്വാലിഹിനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത് മഴ തകർക്കുന്നുണ്ട് നിലമ്പൂരിൽ എന്ന് മനസ്സിലാക്കുന്നു. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അത്ര ശുഭകരമായ നിലയിലാണോ UDF ക്യാമ്പ് ഇപ്പോഴുള്ളത്? മനു, തീർച്ചയായും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാന വെല്ലുവിളി ഈ മഴ തന്നെയായിരിക്കും. മുന്നണികൾക്ക് ഇത്തരത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിനും ആളുകൾക്ക് അതിലൊക്കെ പങ്കാളികളാവുന്നതിനുമൊക്കെ വലിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നല്ല മഴ ദിവസങ്ങളിലായി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിലമ്പൂർ മേഖലയിൽ, മലപ്പുറം ജില്ലയിൽ തന്നെ കൂടുതൽ മഴ ഇപ്പോഴുള്ളത് നിലമ്പൂരിലാണ്. സ്ഥാനാർത്ഥി നിർണയം, UDF സ്ഥാനാർത്ഥി നിർണയം വലിയ കൗതുകത്തോടെയാണ് ഇന്നലെ രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ടാവുക. കാരണം PV അൻവറൊക്കെ ഒപ്പം നിന്ന് അവസാന നിമിഷം സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം UDFിലാവട്ടെ VS ജോയി, DCC പ്രസിഡന്റ് VS ജോയി അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമം തുടർന്നു, വലിയ സമ്മർദ്ദം തുടർന്നു. KC വേണുഗോപാലൊക്കെ ഇടപെട്ട് പിന്നീടാണ് ഇത് വീണ്ടും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഈ മണ്ഡലത്തിൽ ഇന്ന് പര്യടനം ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് മുക്കട്ട പള്ളിയിൽ നിന്ന് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം പ്രചരണം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടെ തന്നെ പര്യടനം ആരംഭിക്കും. വൈകുന്നേരത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ സന്ദർശിക്കും. ഇങ്ങനെ ഒരു ക്രമീകരണമാണ് ഇന്ന് UDF ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടതുമുന്നണി പ്രവർത്തകരും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലേക്ക് എത്തും. ഉച്ചയ്ക്ക് CPIM സെക്രട്ടേറിയറ്റ് യോഗം നിലമ്പൂരിൽ ചേരുന്നുണ്ട്. അതിനുശേഷം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ, പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ ഇടതുമുന്നണിയും കടക്കും. ഏതായാലും നിലമ്പൂരിലെ ഒരു 9 വർഷത്തോളം നീണ്ടുനിന്ന ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. മനു, ഈ സ്വാലി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് PV അൻവറിനെ കുറിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു PV അൻവറിൻ്റെ വാചക കസർത്ത്? നമ്മൾ ഓർമ്മയുണ്ടല്ലോ, എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നടത്തിയത്. അവസാനം നാണം കെട്ട് രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ PV അൻവർ എത്തി നിൽക്കുന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് ദിനങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്? മനു, തീർച്ചയായും ഇടതുമുന്നണിയോട് പിണങ്ങി പോയ അൻവറിനെ പരിഗണിക്കുന്നു എന്ന് UDF കുറച്ച് ദിവസം വരുത്തി തീർത്തു. പക്ഷെ പിന്നീട് അത് വലിയ അവഗണനയാണ് എന്ന് അൻവറിന് മനസ്സിലായത് ഇന്നലെയാണ്. അൻവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യവും അംഗീകരിക്കാൻ UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായില്ല. അദ്ദേഹം UDFുമായി സഹകരിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അത് അവസാനം വരെയും അങ്ങനെ ഒരു പ്രതീക്ഷ, മറിച്ചൊരു തീരുമാനമുണ്ടാകുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഇത് UDFിൻ്റെ തീരുമാനമല്ല, മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും അൻവർ എന്നത് നിലമ്പൂരിൻ്റെ ചിത്രത്തിൽ നിലവിൽ അതൊരു ഘടകമല്ലാതെ മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇടതുമുന്നണിയൊക്കെ പറഞ്ഞിരുന്ന അതേ സാഹചര്യത്തിലേക്ക് അൻവർ പോകുന്നു. 2 ദിവസത്തിനകം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും
എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മറ്റൊരു കാരണം, അതല്ലെങ്കിൽ 2 ദിവസത്തിനകം അദ്ദേഹത്തെ UDF-ൽ എങ്ങനെയാണ് ഭാഗമാക്കുന്നത്, അതിൻ്റെ വ്യവസ്ഥകൾ എങ്ങനെയാണ്, UDF-ൽ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അൻവർ ഈ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഭീഷണിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ മുന്നണികളുടെയൊക്കെ പ്രവർത്തകർ വലിയ ആവേശത്തോടെ നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസും ഒരു പക്ഷേ മത്സര രംഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ BJP ആവട്ടെ, മറ്റൊരു മുന്നണിയാണല്ലോ BJP. നിലമ്പൂരിൽ അപ്രസക്തമായ 5% പോലും വോട്ടില്ലാത്ത മുന്നണിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന കാര്യത്തിൽ BJPക്ക് ആശയക്കുഴപ്പമുണ്ട്. നേതാക്കളെല്ലാം തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ 2-3 വിഷയങ്ങളുണ്ട് സ്വാലി. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ട് അവരുടെ പുതിയ അധ്യക്ഷനൊക്കെ വന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നതിൽ പോലും ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ ഇപ്പോൾ 5% വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. എങ്കിൽ പോലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ടോ ഈ മത്സരിക്കേണ്ട എന്ന BJPയുടെ തീരുമാനത്തിന് പുറകിൽ? മറ്റൊന്ന്, കോൺഗ്രസിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വന്നിരിക്കുന്നു. ഷൗക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ അത്ര സുഖകരമായ അന്തരീക്ഷമാണോ? ഒന്ന് VS ജോയിയുടെ അതൃപ്തിയുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം ആര്യാടൻ കുടുംബത്തിനെതിരെ എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ലീഗിന്റെ നിലപാട് എന്താകും എന്നതുണ്ട്. ഇപ്പോൾ K സുധാകരൻ അടക്കമുള്ളവർ തന്നെ ഇന്നലെ അഭിപ്രായം പറഞ്ഞത് പ്രാദേശികമായി ഷൗക്കത്തിന് വലിയ എതിർപ്പുണ്ട് എന്നാണ്. അത്തരത്തിലാണ് വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നിലമ്പൂരിൽ വിലയിരുത്തപ്പെടുന്നത്? മനു, BJPയെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യക്ഷനൊക്കെ വന്ന് ആദ്യമായി നേരിടുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ വലിയ ക്ഷീണമുണ്ടാവുക എന്നത് വലിയ നാണക്കേടാവും. തീരെ നേരത്തെ ലഭിച്ച വോട്ടൊക്കെ കിട്ടാതിരുന്നാൽ അത് വലിയ നാണക്കേടാവും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിട്ടു നിൽക്കാനുള്ള ഒരു ആലോചന ഇവരുടെ ഭാഗത്തു നിന്ന്, NDA മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന അഭിപ്രായക്കാരുമുണ്ട്. സ്വന്തം വോട്ട് പരമാവധി നിൽക്കുക, അതല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ അത് സംഘടനാപരമായി വലിയ ദൗർബല്യമായി മാറും. അതുകൊണ്ട് മത്സരിക്കണം എന്ന നിലപാടുള്ളവരുമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി അദ്ദേഹം ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നയാളാണ്. A ഗ്രൂപ്പിൻ്റെ ജില്ലയിലെ ശക്തനായ നേതാക്കളിൽ ഒരാളാണ്. ഇന്നലെ പോലും ചേരിതിരിഞ്ഞാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം രണ്ടുപേരുടെയും, VS ജോയിയുടെയും അതോടൊപ്പം തന്നെ ഷൗക്കത്തിൻ്റെയും വീടുകളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്തു നിന്നിരുന്നത് പോലും. അതോടൊപ്പം വി പ്രകാശിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ നാടുകൂടിയാണ് നിലമ്പൂര്. അതുകൊണ്ട് വി പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട്. അച്ഛന്റെ ഓർമ്മകളെ കെടുത്താൻ ശ്രമിക്കരുത്, മരിച്ചതിനേക്കാൾ വലിയ ശക്തിയാണ് അച്ഛൻ്റെ ഓർമ്മകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വി പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട്. അച്ഛൻ്റെ മരണത്തിന് കാരണം എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളിൽ നമുക്ക് അകത്തോട്ടിറങ്ങിയാൽ വായിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായൊരു സന്ദേശം ആ രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ UDF-നെ സംബന്ധിച്ച് ഇവർ ഈ പുറത്ത് പറയുന്നത് പോലെ ഐക്യവും കെട്ടുറപ്പും ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് വലിയ ഉൾച്ചുഴികൾ അവരുടെ ഉള്ളിൽ നിലമ്പൂരിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ നേതാക്കൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞങ്ങൾ ഉണ്ടാവില്ല, അതായത് അവരുടെ കുടുംബം ഉണ്ടാവില്ല എന്നെങ്കിലും ഒരു സൂചന ആ കുടുംബം നൽകുകയാണ്. വളരെ വൈകാരികമായി ആണ് ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ. നമുക്ക് അറിയാവുന്ന ഒരു കുടുംബം കൂടിയാണ് അവർ. ഈ വിഷയത്തിൽ അവർക്ക് വലിയ മാനസിക വിഷമമുള്ള ആളുകൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനൊക്കെ ഈ ആര്യാടൻ ഷൗക്കത്ത് വരുന്നതിനോട് വലിയ താല്പര്യം നേരത്തെ ഇല്ലായിരുന്നു. VS ജോയി സ്ഥാനാർത്ഥിയാവുമെന്ന ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം 3.5 പതിറ്റാണ്ടോളം കാലം ആര്യാടൻ മുഹമ്മദിൻ്റെ കുത്തകയായിരുന്നു നിലമ്പൂർ മണ്ഡലം. ആ മലപ്പുറത്തെ മറ്റെല്ലാ മേഖലയിലും മുസ്ലിം ലീഗിന് സംഘടനാപരമായി വളർച്ചയുണ്ടായപ്പോഴും നിലമ്പൂരിൽ കാര്യമായി വളർച്ചയുണ്ടാവാനോ പഞ്ചായത്തുകളിൽ പോലും ഒരു സ്വാധീനമുണ്ടാക്കാനോ ഒന്നും മുസ്ലിം ലീഗിന് സാധിച്ചിരുന്നില്ല. അതായത് കോൺഗ്രസിനകത്തെ ഒരു ലീഗ് വിരുദ്ധ ചേരി വീണ്ടും ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇതുവഴി ഉണ്ടാവുക എന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ
ഈ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നതിനോട് സംഘടനാപരമായി നേരത്തെ തന്നെ UDFിൽ മുസ്ലിം ലീഗിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് UDFിൻ്റെ ഒരു ഐക്യത്തിന് പ്രാധാന്യം നൽകി ഒപ്പം നിൽക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനം. അതോടൊപ്പം മറ്റ് സാമുദായിക സംഘടനകളോടും കാര്യമായ അടുപ്പം സൂക്ഷിക്കാത്തയാളാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇതൊക്കെ വലിയ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് UDF നേതാക്കൾ വിലയിരുത്തുന്നത്. ഇന്നലെ കെ സുധാകരൻ പറഞ്ഞതുപോലെ പ്രാദേശികമായി ഇത്ര എതിർപ്പുള്ള മറ്റൊരാൾ നിലമ്പൂരിലില്ല, ഒരു രാഷ്ട്രീയ നേതാവുമില്ല. അങ്ങനെ ഒരാളെയാണ് ഒടുവിൽ നിർബന്ധിതനായി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാവില്ല. മനു, ശരി, ഏതായാലും സ്വാലിഹാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.